ഈ മനോഹരമായ സംഗമത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. കക്കമള്ളി LP സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹാശംസകൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്ക് നേരുന്നു. ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്ന് നമ്മുടെ ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഒരു കലോത്സവം കൊയിലാണ്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് സമയത്തെത്തണം. കാരണം ആ കുട്ടികൾ നിങ്ങൾക്കറിയാം, അത്രയും പ്രയാസങ്ങൾക്കിടയിൽ അവർ നടത്തുന്ന ഒരു ശ്രമമാണ്. ഞാൻ ഈ LP സ്കൂളിന് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇതുപോലെ പരിപാടികൾ കാണുന്നത്. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കുഞ്ഞു മക്കൾ അവരാ വേഷവിധാനങ്ങളുടെ അവരുടെ പാട്ടും വർത്താനവും നൃത്തവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടത് അത് തന്നെയാണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയും ചേട്ടനും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്ക് കൈയടിക്കുന്നത്, അവരുടെ കുഞ്ഞു കുഞ്ഞു പാട്ടിന് കൈയടിക്കുന്നത്, ഡാൻസിന് കൈയടിക്കുന്നത്, അവരുടെ വർത്തമാനങ്ങൾ ആസ്വദിക്കുന്നത്, ചിരിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വന്ന് കണ്ട് ഇങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് കണ്ട് വളർന്നിട്ട് നമ്മുടെ കുട്ടികൾ പറയട്ടെ, ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന സന്തോഷമൊന്നും ഈ മയക്കുമരുന്നും ലഹരിയൊന്നും ഉപയോഗിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവർക്കൊരു പ്രചോദനമായിട്ട് അത് മാറട്ടെ. സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ MP എന്നുള്ള നിലയിൽ സാധ്യമായ കാര്യങ്ങൾക്ക് ചെയ്യാൻ ഞാനും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും നിങ്ങൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ട സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്ക് പ്രത്യേകം സ്നേഹാശംസകൾ നേരുന്നു. ഇന്ന് യാത്രയെ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠർക്ക് അവരുടെ സർവീസിന് ഇത്രയും വർഷം നമ്മുടെ കുരുന്നുകളെ ഈ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തുന്നതിൽ അവർ വഹിച്ച പങ്കിന് നാടിൻ്റെ പേരിലുള്ള നന്ദിയും അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിൻ്റെ സ്നേഹാശംസകളും കൂടെ അഡ്വാൻസായി നേർന്നുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.